നമസ്കാരം. സൂര്യാംശു ക്രിയേഷൻസിൻ്റെ ഈ ചാനൽ നിത്യേന കാണുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. വിക്രമാദിത്യൻ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് വിക്രമാദിത്യ മഹാരാജാവിൻ്റെ ഒരു പുതിയ കഥ കേൾക്കാം. പണ്ട് ദേവലോകത്തിൽ ഒരു തർക്കം ഉണ്ടായി. ദേവലോകത്തിലെ പ്രസിദ്ധരായ നർത്തകിമാരാണ് രംഭയും ഉർവശിയും. അവരിലെ ആരാണ് കേമത്തി, ആരാണ് ഏറ്റവും മിടുക്കി, നന്നായി നൃത്തം ചെയ്യുന്നത് ആരാണ് എന്ന കാര്യത്തെക്കുറിച്ച് അവർക്കിടയിൽ തന്നെ ഒരു തർക്കം ഉടലെടുത്തു. ദേവേന്ദ്രന്റെ സദസ്സിലേക്ക് ആ തർക്കം അറിയിക്കപ്പെട്ടു. ദേവേന്ദ്രന്റെ സഭയിൽ ഉർവശിയും രംഭയും നൃത്തം അവതരിപ്പിച്ചു. മനോഹരമായിരുന്നു രണ്ടുപേരുടെയും നൃത്തം. താള ലാസ്യ ലയ ഭേദമേന്യ രണ്ടുപേരും ഒരു പ്രത്യേകതകളും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ ഗംഭീരമായി തന്നെ നൃത്തം അവതരിപ്പിച്ചു. ദേവേന്ദ്രനോ സഭാവാസികൾക്കോ ഇവരിൽ ആരാണ് ഏറ്റവും നന്നായി നൃത്തം ചെയ്തത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പൊ പിന്നെ ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദേവേന്ദ്രൻ സഭ വിളിച്ചു കൂട്ടി. ദേവലോകത്തെ എല്ലാ ദേവീ ദേവന്മാരും ഋഷീശ്വരന്മാരും മുനിമാരും ഒക്കെ എത്തി. അവരിൽ പലരും 64 കലകളിലും പാണ്ഡിത്യമുള്ള അതീവ ജ്ഞാനമുള്ള ആൾക്കാരാണ്. അത്രയും വലിയൊരു സദസ്സിന്റെ മുമ്പിൽ രംഭയോടും ഉർവശിയോടും നൃത്തം അവതരിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. രണ്ടുപേരും അതിഗംഭീരമായിട്ട് തന്നെ ആ സദസ്സിന്റെ മുമ്പിലും നൃത്തം അവതരിച്ചു. നൃത്തം കണ്ട് സദസ്സിലുള്ള എല്ലാവരും മതിമയങ്ങിയിരുന്നു. അവർക്കും ആ ദേവീദേവന്മാരുടെ വലിയൊരു സദസ്സിനും ഈ കലാപാണ്ഡിത്യമുള്ള മുനി ഋഷീശ്വരന്മാർക്കും തപസ്വികൾക്കും ഒന്നും തന്നെ ഇവരിൽ ആരാണ് ഏറ്റവും നന്നായിട്ട് നൃത്തം ചെയ്തത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. വാസ്തവത്തില് രംഭയും ഉർവശിയും തമ്മിലുള്ള തർക്കം ആ സദസ്യരുടെ ഇടയിലേക്കും വ്യാപിച്ചു എന്ന് പറയാം. അവരും രണ്ട് ചേരിയായി. ഒരു കൂട്ടർ പറഞ്ഞു ഉർവശിയാണ് നന്നായി നൃത്തം ചെയ്യുന്നത്, അവൾക്കാണ് ഏറ്റവും ലാസ്യ ഭംഗിയുള്ളത് എന്ന്. മറ്റൊരു കൂട്ടർ പറഞ്ഞു അല്ലല്ല, രംഭയ്ക്കാണ് ഏറ്റവും നന്നായിട്ട് നൃത്തം ചെയ്യാൻ കഴിയുന്നത്, അവൾക്കാണ് ഏറ്റവും നല്ല അങ്കലാവണ്യവും നൃത്ത ചാതുര്യവും ഉള്ളത്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ദേവലോകത്ത് തന്നെ തർക്കം വലുതായി. ദേവലോകത്തിലെ ആൾക്കാരും ഋഷീശ്വരന്മാരും ഒക്കെ രണ്ട് ചേരി തിരിഞ്ഞ് വാദപ്രതിവാദം തുടങ്ങി. സംഗതി പുലിവാലാവുന്ന ലക്ഷണമാണ്. ഈ സമയത്ത് നാരദമുനി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, അല്ലയോ ദേവേന്ദ്ര, രംഭയാണോ ഉർവശിയാണോ നൃത്തത്തിൽ പ്രാവീണ്യമുള്ളവൾ എന്ന് കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇവിടെ നടക്കുന്ന ഈ നൃത്തോത്സവത്തില് ഒരു തീരുമാനവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ആർക്കും കൃത്യമായിട്ടുള്ളൊരു ഉത്തരം കണ്ടെത്താനും കഴിയുന്നില്ല. അതുകൊണ്ട് ഈ തർക്കം ഇവിടെ തീരാൻ സാധ്യതയില്ല. എനിക്ക് ഒരു അഭിപ്രായമുണ്ട്. ഭൂമിയിൽ വിക്രമാദിത്യൻ എന്ന നീതിമാനായ ഒരു മഹാരാജാവുണ്ട്. അദ്ദേഹത്തിന് സർവകലാ പരിണജ്ഞനാണ്. എല്ലാ കാര്യത്തിലും വളരെ നീതിയുക്തമായി തീരുമാനമെടുക്കുന്ന ആളുമാണ്. അദ്ദേഹത്തിന് അറിയാത്ത വിദ്യകളില്ല, കലാ വൈഭവങ്ങളില്ല. നമുക്ക് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഇവരുടെ നൃത്തം അവതരിപ്പിക്കാം. അദ്ദേഹത്തിന് ഇവരിലെ ഏറ്റവും മികച്ച നർത്തകിയെ കണ്ടെത്താൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നാരദമുനി പറഞ്ഞ ഈ അഭിപ്രായത്തോട് ദേവേന്ദ്രനും യോജിച്ചു. ദേവകളിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇതേ അഭിപ്രായം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ദേവേന്ദ്രൻ ഉടനെ തന്നെ തൻ്റെ സാരഥിയായ മാതലിയെ അരികത്ത് വിളിച്ചു. മാതലിയോട് പറഞ്ഞു, മാതലി, ഉടൻ തന്നെ അങ്ങ് ഭൂമിയിലേക്ക് പുറപ്പെടുക. കലിംഗ രാജ്യം ഭരിക്കുന്ന വിക്രമാദിത്യ മഹാരാജാവിനെ ഒട്ടും വൈകാതെ ദേവസദസ്സിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. മാതലി ഉടനെ ദേവേന്ദ്രന്റെ പുഷ്പക വിമാനവുമായി ഭൂമിയിലേക്ക് പുറപ്പെട്ടു. വളരെ വേഗത്തിൽ തന്നെ യാത്ര ചെയ്ത് മേഘപാളികളെ കീറി മുറിച്ചുകൊണ്ട് ഉജ്ജയിനി നഗരത്തിൽ വന്നിറങ്ങി. അപ്പൊ ഏതാണ്ട് രാത്രിയായി. ദ്വാരപാലകന്മാർ കൊട്ടാരമുറ്റത്ത് ഒരു സർവഗുണ സമ്പന്നനും കണ്ടാൽ എന്താ പറയാ, വളരെയധികം കുലീനനുമായിട്ടുള്ള
ഒരാൾ വന്ന് നിൽക്കണ കണ്ടപ്പോ കൊട്ടാരം കാവൽക്കാര് ഇത് ആരാടപ്പാ ഈ വന്നിരിക്കണേ എന്നുള്ള അത്ഭുതത്തോടു കൂടി നോക്കി. വന്ന ആഗതൻ പറഞ്ഞു, ഞാൻ ദേവേന്ദ്രന്റെ സാരഥി മാതലിയാണ്. എനിക്ക് വിക്രമാദിത്യ മഹാരാജാവിനെ ഒന്ന് മുഖം കാണിക്കണം. അദ്ദേഹത്തെ ദേവലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ്. ഉടനെ തന്നെ കൊട്ടാരം കാവൽക്കാർ അകത്തേക്ക് വിവരം അറിയിച്ചു. ഒരു പരിചാലകൻ വിക്രമാദിത്യ മഹാരാജാവിന്റെ സമീപത്തെത്തി. ഈ സമയത്ത് രാത്രിയാണെങ്കിലും വിക്രമാദിത്യനും പ്രധാനമന്ത്രി ഭട്ടിയും രാജ്യകാര്യങ്ങൾ വിചാരിച്ചുകൊണ്ട് അതേക്കുറിച്ചുള്ള ചർച്ചയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് പരിചാരകൻ വരുന്നത്. വന്നിട്ട് പറഞ്ഞു, മഹാരാജാവ് നീണാൾ വാഴട്ടെ, ദേവലോകത്ത് നിന്നും ദേവേന്ദ്രന്റെ സാരഥി മാതലി അങ്ങയെ മുഖം കാണിക്കാൻ കൊട്ടാരമുറ്റത്ത് കാത്തു നിൽക്കുന്നു. മാതലി ദേവലോകത്ത് നിന്ന് തന്നെ കാണാൻ വന്നിരിക്കുന്നെന്ന് അറിഞ്ഞപ്പോ വിക്രമാദിത്യനൊന്ന് അത്ഭുതപ്പെട്ടു. ഉടൻ പരിചാരകനോട് പറഞ്ഞു, വേഗം അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരൂ. മാതലി വിക്രമാദിത്യ മഹാരാജാവിന്റെ സദസ്സിൽ അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് എത്തി അദ്ദേഹത്തെ താണ് വണങ്ങിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, ഞാൻ മാതലിയാണ്, ദേവേന്ദ്രന്റെ സാരഥി. അങ്ങേ അത്യാവശ്യമായി ദേവലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു ചെല്ലാൻ ദേവേന്ദ്ര മഹാരാജാവ് കൽപ്പനയായിരിക്കുന്നു. അതിനുള്ള വിമാനവും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങൊട്ടും വൈകാതെ പുറപ്പെടണം. ഈ കാര്യം കേട്ടപ്പോൾ വിക്രമാദിത്യൻ ഒരു നിമിഷം ആലോചനയിലാണ്ടു. പിന്നെ ഭട്ടിയുടെ മുഖത്തേക്ക് നോക്കി. എന്ത് കാര്യവും ഭട്ടിയുടെ തീരുമാനം കൂടി അറിഞ്ഞതിന് ശേഷം മാത്രമേ വിക്രമാദിത്യൻ മുന്നിട്ട് ഇറങ്ങാറുള്ളൂ, അറിയാലോ. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ഭട്ടി പറഞ്ഞു, മഹാരാജൻ, ദേവലോകത്ത് നിന്ന് ദേവേന്ദ്രൻ തന്നെ അങ്ങയെ അങ്ങോട്ട് ക്ഷണിക്കുക എന്നുള്ളത് അങ്ങയെപ്പോലെ ഭൂമിയിലുള്ള രാജാക്കന്മാർക്ക് ചിന്തിക്കാൻ കൂടി കഴിയാത്ത കാര്യമാണ്. അത് ഏറ്റവും വലിയ ബഹുമതിയാണ്. അങ്ങേക്ക് ദേവലോകത്തേക്ക് നേരിട്ടൊരു ക്ഷണം കിട്ടിയിരിക്കുന്നത്. അങ്ങ് തീർച്ചയായും പോണം. മാത്രമല്ല, ഇപ്പോൾ ലക്ഷണശാസ്ത്ര പ്രകാരം ശുഭ സമയമാണ്. തീർച്ചയായിട്ടും അങ്ങക്ക് അതുകൊണ്ട് അഭിവൃദ്ധിയേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അങ്ങ് തീർച്ചയായും പുറപ്പെടണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഭട്ടിയുടെ അഭിപ്രായം കൂടി അറിഞ്ഞപ്പോൾ വിക്രമാദിത്യൻ വരാമെന്ന് സമ്മതിച്ചു. വേഗം അകത്ത് ചെന്ന് രാജകീയ വേഷഭൂഷാദികളെല്ലാം അണിഞ്ഞ് തൻ്റെ ആയുധങ്ങളെല്ലാം ധരിച്ച് കിരീടമൊക്കെ ആയിട്ട് മാതലിയുടെ കൂടെ പുറപ്പെട്ടു. പുഷ്പക വിമാനത്തിൽ കയറി മാതലി വിക്രമാദിത്യ മഹാരാജാവിനെയും കൊണ്ട് അതിവേഗം ആകാശത്തേക്ക് ഉയർന്നു. മേഘപാളികൾ കീറി മുറിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ ആ പുഷ്പക വിമാനം ദേവലോകത്ത് ചെന്നിറങ്ങി. ദേവസദസ്സിലേക്ക് വിക്രമാദിത്യ മഹാരാജാവിനെ ആനയിച്ചു. അദ്ദേഹം വരുന്നത് കണ്ടപ്പോൾ ദേവേന്ദ്രൻ തൻ്റെ സിംഹാസനത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ചെന്ന് വളരെ ആദരപൂർവം വിക്രമാദിത്യനെ സ്വീകരിച്ചു. അല്ലയോ വിക്രമാദിത്യ, അങ്ങേക്ക് ദേവലോകത്തേക്ക് സ്വാഗതം. അങ്ങയുടെയും മിടുക്കനായ അങ്ങയുടെ പ്രധാനമന്ത്രി ഭട്ടിയുടെയും നേതൃത്വത്തിൽ ഭൂമിയിലെ ഭരണമെല്ലാം സുഗമമായി നടക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നുണ്ട്. ഈ ദേവലോകത്തെയും എൻ്റെയും സകല ദേവീ ദേവന്മാരുടെയും അനുഗ്രഹവും ആശീർവാദവും അങ്ങേക്കും അങ്ങയുടെ രാജ്യത്തിനും ഉണ്ടാകും, എപ്പോഴും ഉണ്ടാകുമെന്ന് ഞാൻ അറിയിക്കുന്നു. വിക്രമാദിത്യന് വളരെയധികം സന്തോഷമായി. ദേവേന്ദ്രൻ നേരിട്ട് തന്നെ അഭിനന്ദിച്ചിരിക്കുകയാണ്. അങ്ങനെ ദേവേന്ദ്രന്റെ കൂടെ അദ്ദേഹത്തിന്റെ സദസ്സിലേക്ക് എത്തി. വിക്രമാദിത്യനും വളരെ ഉചിതമായ ഒരു സിംഹാസനം കൊടുത്ത് അവിടെ ഇരുത്തി എല്ലാവരെയും പരിചയപ്പെടുത്തി. കുറച്ചു ദിവസം ദേവേന്ദ്രന്റെ കൂടെ ദേവലോകത്തെ കാഴ്ചകളൊക്കെ കണ്ട് വിക്രമാദിത്യൻ അവിടെ താമസിച്ചു. ദേവലോക സഭയില് കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നതെന്നൊക്കെ വിക്രമാദിത്യൻ സസൂക്ഷ്മം നിരീക്ഷിച്ച് മനസ്സിലാക്കി. ഭൂമിയിൽ അനുവർത്തിക്കാത്ത പല നയങ്ങളും പല വിചാരധാരകളും ദേവലോകത്തുണ്ടെന്ന് വിക്രമാദിത്യന് ആ സദസ്സിലിരുന്നപ്പോൾ മനസ്സിലായി. തൻ്റെ സഭയിലും അനുകരിക്കാവുന്ന മാതൃകകൾ ഉണ്ടെന്ന് കണ്ടെത്തി അവയെല്ലാം ഭൂമിയിൽ ചെന്ന് നടപ്പാക്കണമെന്ന് വിക്രമാദിത്യൻ മനസ്സുകൊണ്ട് തീരുമാനമെടുക്കുകയും ചെയ്തു. അങ്ങനെ ഒരു 4-5 ദിവസം കഴിഞ്ഞു. സുഖകരമായ താമസവും ആഹ്ലാദപരമായിട്ടുള്ള ജീവിതവും സാഹചര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം വിക്രമാദിത്യനെ അടുത്ത് വിളിച്ചിട്ട് ദേവേന്ദ്രൻ പറഞ്ഞു, അല്ലയോ വിക്രമാദിത്യ, അങ്ങേ ഇവിടെ വരുത്തുന്നതിന് ഒരു പ്രധാന കാരണമുണ്ട്. ദേവലോകത്തെ അപ്സര നർത്തകികമാരായ രംഭയെയും ഉർവശിയെയും കുറിച്ച് അങ്ങേക്കറിയാലോ. അവർ നൃത്തകലയിൽ അതിവിദഗ്ധകളാണ്. പക്ഷേ അവർക്കിടയിൽ ഒരു തർക്കം ഉടലെടുത്തു. ആരാണ് ഏറ്റവും നന്നായി നൃത്തം ചെയ്യുന്നത്?
ആർക്കാണ് നൃത്തകലയിൽ ഏറ്റവും പ്രാഗൽഭ്യം, ആ തർക്കം പരിഹരിക്കാൻ ഈ ദേവലോകത്തുള്ള ആർക്കും സാധിച്ചില്ല. രണ്ടുപേരും അതിമധുരമായി അതിഗംഭീരമായി തന്നെ അവരുടെ നൃത്ത പാടവം ഞങ്ങൾക്ക് മുമ്പിൽ അവതരിക്കുകയുണ്ടായി. പക്ഷേ അവരിൽ ആരാണ് ഏറ്റവും മിടുക്കിയെന്ന് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ആ തർക്കത്തിനൊരു പരിഹാരം കാണണം എന്ന ഉദ്ദേശത്തോടെയാണ് നീതിമാനും സർവകലാ പരിണജ്ഞനുമായ അങ്ങയെ ഈ ദേവലോകത്തേക്ക് വരുത്തിയത്. അങ്ങ് തന്നെ ഇവർക്കിടയിലെ ഏറ്റവും നല്ല, ഏറ്റവും ഏറ്റവും അനുഗ്രഹീതയായ നർത്തകിയെ അങ്ങ് തന്നെ കണ്ടുപിടിച്ചു തരണം. വിക്രമാദിത്യൻ ഈ കാര്യം കേട്ടപ്പോ ആദ്യം ഒന്ന് പരിഭ്രമിച്ചു. ഈ ദേവന്മാരെല്ലാം കൂടി തന്നെ പരീക്ഷിക്കുകയാണ് എന്ന് വിക്രമാദിത്യന് മനസ്സിലായി. പക്ഷേ സ്വന്തം കഴിവിലും ശക്തിയിലും ഒക്കെ തികഞ്ഞ ആത്മവിശ്വാസം ഉണ്ടായിരുന്ന ദേവേന്ദ്രൻ കാളിമാതാവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ദേവേന്ദ്രനോട് പറഞ്ഞു, അല്ലയോ ദേവേന്ദ്ര, അങ്ങയുടെ ഈ നിർദ്ദേശം ഞാൻ ശിരസാ വഹിക്കുന്നു. ദേവലോകത്തു നിന്നുള്ള ഒരു ആജ്ഞ അനുസരിക്കാതിരിക്കാൻ ഭൂമിയിലെ ഒരു സാധാരണ രാജാവായ എനിക്ക് സാധിക്കില്ലല്ലോ. ഏതായാലും രംഭയുടെയും ഉർവശിയുടെയും നൃത്തത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്തോളൂ. ദേവേന്ദ്രൻ രംഭയെയും ഉർവശിയെയും സദസ്സിലേക്ക് വിളിച്ചു. ദേവേന്ദ്രൻ അവർക്ക് വിക്രമാദിത്യനെ പരിചയപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ നൃത്ത പാടവം ഏറ്റവും അടുത്ത ദിവസം വിക്രമാദിത്യ മഹാരാജാവിന്റെ മുമ്പിൽ അവതരിപ്പിക്കുക. നിങ്ങളിൽ ആരാണ് മികച്ച നർത്തകി എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാനാണ് വിക്രമാദിത്യനെ നാം ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം വിക്രമാദിത്യ മഹാരാജാവ് അറിയിക്കുന്നതായിരിക്കും. ഇത് കേട്ടപ്പോ രംഭയ്ക്കും ഉർവശിക്കും ചെറിയ ഒരു മനപ്രയാസം തോന്നാതിരുന്നില്ല. ദേവലോക നർത്തകികളായ അപ്സര സുന്ദരികളായ ഞങ്ങളുടെ നൃത്തപാടവം തീരുമാനിക്കാൻ ഭൂമിയിൽ നിന്നുള്ള കേവലം ഒരു മനുഷ്യനോ എന്നായിരുന്നു അവരുടെ മനസ്സിൽ ആദ്യം ഓടിയ ചിന്ത. പക്ഷേ ദേവേന്ദ്രന്റെ കൽപ്പനയാണല്ലോ, അനുസരിക്കാതിരിക്കാൻ അവർക്കും പറ്റില്ല. അങ്ങനെ നൃത്തത്തിനുള്ള ദിവസം തീരുമാനിക്കപ്പെട്ടു. നൃത്ത മത്സരം നടക്കുന്ന ദിവസം ദേവേന്ദ്രന്റെ കൊട്ടാര സദസ്സ് ദേവന്മാരെ കൊണ്ടും ദേവിമാരെ കൊണ്ടും മുനിമാരെ കൊണ്ടും ഋഷീശ്വരന്മാരെ കൊണ്ടും മറ്റ് പണ്ഡിതന്മാരെ കൊണ്ടും നിറഞ്ഞു. തലേ ദിവസം തന്നെ വിക്രമാദിത്യൻ ഒരു കാര്യം ചെയ്തു. കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിന്റെ കാവൽക്കാരനെ വിളിച്ച് അവിടെയുള്ള ഏറ്റവും സുഗന്ധപൂരിതമായ പുഷ്പങ്ങളെ കൊണ്ട് ഒരു പൂങ്കുല നിർമ്മിച്ചു തരാൻ ആവശ്യപ്പെട്ടു. 2 പൂങ്കുലകൾ നിർമ്മിച്ചു തരാൻ ആവശ്യപ്പെട്ടു. 2 പൂങ്കുല കണ്ടാലും ഒരേപോലെ ഇരിക്കും. ഒരേപോലത്തെ സുഗന്ധ പരിവാഹങ്ങളായ പുഷ്പങ്ങളാണ് ആ പൂങ്കുല ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പൂങ്കുല കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോ വിക്രമാദിത്യൻ ഒരു സൂത്രപ്പണി ഒപ്പിച്ചു. 2ന്റെ ഉള്ളിലും ആരും കാണാതെ ആ പൂവുകൾക്കിടയിലായിട്ട് ഓരോ തേളിനെ ഇറക്കി വെച്ചു. ആ പൂങ്കുല അനങ്ങാതിരിക്കുന്നിടത്തോളം കാലം ആ തേളും അനങ്ങില്ല, അത് അതിനുള്ളിൽ തന്നെ ഇരുന്നോളും. ആ പൂങ്കുല വല്ലാതെ കുലുങ്ങുകയോ അല്ലെങ്കിൽ ഇളകുകയോ ചെയ്താൽ തേളുകൾ പുറത്തിയാടും. അത് പിടിച്ചിരിക്കുന്ന ആളെ ചിലപ്പോൾ കുത്തിന്നും വരാം. അങ്ങനെ നൃത്ത മത്സരം നടക്കുന്ന ദിവസമെത്തി. ദേവേന്ദ്രൻ നിറഞ്ഞ ആ സദസ്സിലെ അഭിമുഖീകരിച്ചുകൊണ്ട് ദേവേന്ദ്രൻ സദസ്സിൽ ഉപവിഷ്ടനായി. വിക്രമാദിത്യനെ തൊട്ടടുത്തുള്ള ഒരു മനോഹരമായ സിംഹാസനത്തിൽ വിക്രമാദിത്യനും ഇരുന്നു. നൃത്തം തുടങ്ങാറായി. കർട്ടൻ ഉയർന്നു. അതിരൂപ ലാവണ്യവതികളായ രംഭയും ഉർവശിയും സദസ്സിനെ വണങ്ങി നൃത്തം ആരംഭിക്കാൻ ആജ്ഞാപിച്ചു. അപ്പോ നമ്മുടെ വിക്രമാദിത്യൻ എഴുന്നേറ്റ് നിന്ന് ദേവേന്ദ്രനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. ദേവേന്ദ്ര, ഈ നർത്തകിമാർ ഞാൻ കൊടുക്കുന്ന ഈ പൂക്കുല കയ്യിൽ പിടിച്ചുകൊണ്ട് നൃത്തം ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി മനോഹരമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അവരുടെ നൃത്ത ലാവണ്യത്തിനും നൃത്തത്തിന്റെ ആ സൗകുമാര്യത്തിനും ഈ പൂങ്കുലകൾ ഒരു അലങ്കാരമാകും എന്നാണ് എൻ്റെ അഭിപ്രായം. ദേവേന്ദ്രൻ സമ്മതിച്ചു. നൃത്തം ആരംഭിച്ചു. 2 പേരും ഓരോ പൂക്കുല വിക്രമാദിത്യൻ കൊടുത്ത ഓരോ പൂക്കുല കയ്യിൽ മേടിച്ചു. നൃത്തം തുടങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ തന്നെ രംഭയുടെ കയ്യിൽ ഇരുന്ന പൂക്കുലയിൽ നിന്ന് പുറത്തേക്ക് വന്ന തേള് രംഭേനെ കൈകുത്തി. രംഭയ്ക്ക് നല്ലോണം വേദനിച്ചു. ആ വേദന കൊണ്ട് അവൾ അറിയാതെ
അവളുടെ താളം തെറ്റി, ചുവടുകൾ പിഴച്ചു, നൃത്തത്തിന്റെ മുഖത്തെ ഭാവങ്ങളൊക്കെ മാറാൻ തുടങ്ങി. ഉർവശി ആവട്ടെ ഇതൊന്നും അറിഞ്ഞില്ല. പഴയ പോലെ തന്നെ എല്ലാം നൃത്തത്തിൽ അർപ്പിച്ചുകൊണ്ട് തന്നെ ഉർവശി മനോഹരമായിട്ട് നൃത്തം ചെയ്തു. നൃത്ത പരിപാടി കഴിഞ്ഞു. സദസ് ഒന്നടങ്കം എഴുന്നേറ്റ് കൈയടിച്ചു. വിക്രമാദിത്യൻ തൻ്റെ കണ്ണുകൾ കൊണ്ടുള്ള ആജ്ഞയാൽ ദേവേന്ദ്രനെ ആരാണ് ഇതിലെ ഏറ്റവും മികച്ച നർത്തകി എന്ന് അറിയിച്ചു. ഒട്ടും സംശയമില്ല, ഉർവശി തന്നെയാണ് ഏറ്റവും മികച്ച നർത്തകി എന്ന് സദസ് ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. എന്തുകൊണ്ടാണ് ഉർവശി ഏറ്റവും നല്ല നർത്തകിയായി തിരഞ്ഞെടുക്കാൻ കാരണം എന്ന കാര്യം സദസ്സിനോടായി വിക്രമാദിത്യൻ വിശദീകരിച്ചു. ആ പൂങ്കുലയ്ക്കുള്ളിൽ തേള് ഒളിപ്പിച്ചിരുന്ന കാര്യം നമുക്കറിയാമല്ലോ. എന്തുകൊണ്ടോ രംഭയ്ക്ക് പ്രതിപക്ഷ ബഹുമാനം ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആ സദസ്സിനെ നിസ്സാരമായി കരുതിയത് കൊണ്ടോ ആവാം, പൂങ്കുല കയ്യിലേന്തി നൃത്തം ചെയ്യുന്ന സമയത്ത് രംഭ അതിനോടൊരു ആദരവ് പ്രകടിപ്പിച്ചില്ല. പൂങ്കുല വല്ലാതെ ഇളകി. അവളുടെ ചുവടുകൾക്കിടയിലെ പൂങ്കുല ഇളകുന്ന സമയത്ത് അതിനുള്ളിൽ ഒളിച്ചിരുന്ന തേള് പുറത്തേക്ക് വന്നു. അതിൻ്റെ കരാള ദംഷ്ടങ്ങൾ കൊണ്ട് അവളുടെ വിരലുകളിൽ ആഞ്ഞു കൊത്തി. ആ കൊത്തുന്നതിന് ഭയങ്കര വേദനയാണ്, സംശയമില്ല. ഒറ്റ നിമിഷം കൊണ്ട് തന്നെ രംഭയ്ക്ക് സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടു. അവള് ഉടനെ താളം തെറ്റി, ചുവടുകൾ പഴച്ചു, നൃത്തത്തിൽ പല തെറ്റുകളും വരുത്തി. എന്നാൽ ഉർവശി ആവട്ടെ ഇതൊന്നും ശ്രദ്ധിച്ചില്ല. ഉർവശിയുടെ എല്ലാ മനസ്സും ശരീരവും എല്ലാം നൃത്തത്തിൽ അർപ്പിച്ചിരിക്കുകയായിരുന്നു. പൂർണ്ണമായും തൻ്റെ നൃത്ത കലയും നൃത്ത ദേവതയും ഉപാസിച്ചുകൊണ്ടാണ് ഉർവശി നൃത്തം ചെയ്തത്. അതുകൊണ്ട് തന്നെ പൂങ്കുല ഇളകിയപ്പോൾ ഉർവശിയുടെ കയ്യിലും തേള് കുത്തിയെങ്കിലും ആ ദംശനമൊന്നും ഉർവശി അറിഞ്ഞതേയില്ല. അവളുടെ ശ്രദ്ധ മുഴുവനും നൃത്തത്തിൽ മാത്രമായിരുന്നു. താൻ ഉപാസിക്കുന്ന കലയെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഉർവശി നൃത്തം ചെയ്തത്. അതുകൊണ്ടാണ് ഉർവശിയുടെ കയ്യിൽ തേള് കുത്തിയെങ്കിലും ഉർവശി അതൊന്നും അറിയാതെ നൃത്തത്തിൽ ആമഗ്നയായി തൻ്റെ കലാപാടവം ആൾക്കാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാനിടയായത്. വിക്രമാദിത്യന്റെ ഈ അഭിപ്രായ പ്രകടനം ദേവലോകം എല്ലാവരും ഒന്നടങ്കം അംഗീകരിക്കുകയും ഉർവശിയെ ദേവലോകത്തെ ആസ്ഥാന നർത്തകിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ വളരെയധികം ദിവസങ്ങളായി പരിഹരിക്കപ്പെടാതിരുന്ന ഒരു തർക്കം, ദേവലോകത്തെ ഏറ്റവും മികച്ച നർത്തകി ആരാണെന്നുള്ള തർക്കം ഭൂമിയിൽ നിന്നുള്ള വിക്രമാദിത്യ മഹാരാജാവ് പരിഹരിച്ചു കൊടുത്തു. ദേവേന്ദ്രന് വലിയ സന്തോഷമായി. ദേവലോകത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പരിഹരിച്ചു കൊടുത്ത വിക്രമാദിത്യന് അനേകം സമ്മാനങ്ങളും പാരിതോഷികങ്ങളും ഒക്കെ കൊടുത്തു. കൂടാതെ സദസ്യരെല്ലാവരും അനുമോദിക്കുന്നതിനിടയിൽ തന്നെ താൻ ആദ്യമായിട്ട് ദേവലോകത്തിന്റെ ഭരണസാരഥ്യം ഏറ്റെടുക്കുന്ന സമയത്ത് ഭഗവാൻ പരമശിവൻ കൊടുത്ത ഒരു വലിയ സിംഹാസനമുണ്ട്. നിറയെ രത്നങ്ങളെല്ലാം പതിച്ച അപൂർവമായിട്ടുള്ള സിംഹാസനം ദേവേന്ദ്രൻ വിക്രമാദിത്യന് സമ്മാനമായി കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ അനുഗ്രഹിച്ചു: അല്ലയോ മഹാനായ ചക്രവർത്തി, അങ്ങ് 1000 സംവത്സരം ഈ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് ഭൂമി ഭരിക്കാനും പ്രജാക്ഷേമ തൽപരനായി ലോകം മുഴുവനും പ്രസിദ്ധനാകാനും ഇടയാവട്ടെ എന്ന് അനുഗ്രഹിച്ചു. വളരെ സന്തോഷത്തോടുകൂടി ഈ സമ്മാനങ്ങളെല്ലാം സ്വീകരിച്ച വിക്രമാദിത്യൻ അധികം താമസിയാതെ തിരിച്ച് ഭൂമിയിലേക്ക് പുറപ്പെട്ടു. മാതലിയോടൊപ്പം വിമാനത്തിൽ വരുമ്പോൾ ആ രത്നഖചിതമായ സിംഹാസനവും ദേവലോകത്തുനിന്ന് കൊടുത്തുവിട്ട അനേകം സമ്മാനങ്ങളും വിശിഷ്ടമായിട്ടുള്ള രത്നങ്ങളും മറ്റുമൊക്കെ ആയിട്ട് വിമാനത്തിൽ കയറി വിക്രമാദിത്യൻ തിരികെ ഭൂമിയിലേക്ക് എത്തി. വിക്രമാദിത്യന്റെ ബുദ്ധി സാമർഥ്യം തെളിയിക്കുന്ന ഒരു കഥ അല്ലേ? എല്ലാവർക്കും കഥ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. എല്ലാവരോടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ കഥകളൊക്കെ കേൾക്കാനും മറ്റുള്ളവരെ കേൾപ്പിച്ചു കൊടുക്കാനും എല്ലാവരും തയ്യാറാവണം. അങ്ങനെ എല്ലാവരും ചെയ്യുമെന്ന വിശ്വാസത്തോടെ എല്ലാ ഈ ചാനൽ പ്രേക്ഷകർക്കും വളരെ അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ന്യൂ ഇയർ. നന്ദി, നമസ്കാരം.